നടി ആക്രമിക്കപ്പെട്ട കേസ് വാർത്തകളിൽ സജീവമായിരിക്കുകയാണ്. മഞ്ജുവും താനും തമ്മിലുള്ള കുടുംബജീവിതം തകർത്തത് നടിയാണെന്ന കാരണത്താൽ ദിലീപ് അവർക്കെതിരെ കൊട്ടേഷൻ നൽകുകയായിരുന്നു എന്നതായിരുന്നു കേസ്. കാവ്യ മാധവനുമായുള്ള അവിഹിത ബന്ധത്തിനെ തുടർന്നാണ് മഞ്ജു ദിലീപുമൊത്തുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ചത്. കാവ്യയുമായി അടുപ്പത്തിലായ ഭർത്താവ് തിരിച്ചെത്തി തന്റേത് മാത്രമായി തീരുമെന്ന് കരുതി വർഷങ്ങളോളം പത്മസരോവരം വീട്ടിൽ നീറി ജീവിച്ച ആളാണ് മഞ്ജു എന്ന് സിനിമാ ലേഖകനായ പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ കുറിച്ച് ഏറെ കാര്യങ്ങൾ അറിയാവുന്ന പല്ലിശ്ശേരി ദിലീപിനെതിരായി നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദിലീപ് പല്ലിശ്ശേരിയോട് പച്ചയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും. പല്ലിശ്ശേരിയുടെ വാക്കുകൾ ഇങ്ങനെ: മഞ്ജുവുമായുള്ള വിവാഹമോചന കേസ് നടക്കുമ്പോൾ ഒരു ദിവസം ദിലീപ് വിളിച്ചു. തന്നെ വാർത്തകളിലൂടെ ആക്രമിക്കരുതെന്നും വിവാഹമോചന കേസിന് അനുകൂലമായ വാർത്തകൾ എഴുതണമെന്നുമായിരുന്നു ദിലീപ് പറഞ്ഞത്. ചേട്ടാ, എന്നെ ഇപ്പോഴൊന്ന് സഹായിക്കണം. ഞങ്ങളുടെ വിവാഹമോചന കേസ് വിധിയായി. വേർപിരിയാൻ സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. വേർപിരിയാൻ താല്പര്യമില്ലെന്ന് മഞ്ജു പറഞ്ഞതാണ്. അതിന് ഒരൊറ്റ ഡിമാൻഡ് മാത്രമാണ് മഞ്ജു എന്നോട് പറഞ്ഞത്: കാവ്യയെ മറക്കുക, കാവ്യ ഇല്ലാതെ ജീവിക്കുക. ആ ഒരൊറ്റ ഡിമാൻഡ്. അത് നടക്കാത്ത കാര്യമാണ്. ഞാൻ എന്തിനാണ് കാവ്യ മറക്കുന്നത്? ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങൾ, സ്നേഹവും ലാളനകളും, അതൊന്നും മഞ്ജുവിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. ഇതിലെല്ലാം മഞ്ജു ഫെയിലർ ആയിരുന്നു. എന്നാൽ ഇതെല്ലാം എനിക്ക് തന്നത് കാവ്യയാണ്. അങ്ങനെയുള്ള കാവ്യയെ ഞാൻ മറക്കാനോ? അവളുടെ സ്നേഹവും എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. അവളില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ മരിച്ചു എന്നർത്ഥം. ഇതൊന്നും എഴുതാൻ വേണ്ടി പറയുന്നതല്ല എന്നായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞ വാക്കുകളെന്ന് പല്ലിശ്ശേരി പറയുന്നു. കാവ്യയുടെ മുഖത്തടിച്ചു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടതും പല്ലിശ്ശേരിയാണ്. നടി ആക്രമണ കേസ് വന്നതോടെയാണ് ഇരുവരുമായി ബന്ധപ്പെട്ട പല കഥകളും പുറത്തുവരുന്നത്. പല്ലിശ്ശേരി എന്ന മാധ്യമ പ്രവർത്തകൻ ദിലീപിനും കാവ്യക്കുമെതിരെ എഴുതിക്കൂട്ടിയത് കുറച്ചധികമാണ്. ഇതെല്ലാം വൈറലായ കാര്യങ്ങളുമാണ്. അതോടെ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പല്ലിശ്ശേരിയുടെ വാദങ്ങളെയെല്ലാം എതിർക്കുകയായിരുന്നു ദിലീപ്. തന്നോടുള്ള വൈരാഗ്യമാണ് ആളുകൾ ഇത്തരത്തിലുള്ള കഥകൾ മെനയാൻ കാരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഒരു സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മഞ്ജു എത്തി കാവ്യയുടെ മുഖത്തടിച്ചു എന്നുള്ള കാര്യം പല്ലിശ്ശേരി അടിവരയിട്ട് പറയുമ്പോൾ അത് തന്നെ അറിയിച്ച പ്രമുഖ വ്യക്തിയുടെ പേര് പല്ലിശ്ശേരി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു സൂചനയാണ് പുറത്തുവരുന്നത്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കാവ്യയ്ക്ക് ദിലീപുമായി കൂടുതൽ അടുപ്പമാണെന്ന് മഞ്ജുവിന് ഉറപ്പായപ്പോൾ മഞ്ജു ആത്മഹത്യക്ക് ശ്രമിച്ചു. ദിലീപിനെ കണ്ണടച്ച് വിശ്വസിച്ചവളാണ് മഞ്ജു. മീനുട്ടിയോട് അച്ഛനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിലാണ് പറഞ്ഞു പഠിപ്പിച്ചത്. അന്ധമായി തന്നെ ദിലീപിനെ മഞ്ജു വിശ്വസിച്ചുപോയി. ഒരിക്കലും ദിലീപേട്ടൻ തന്നെ വിട്ട് മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുക്കുമെന്ന് മഞ്ജുവിന്റെ മനസ്സിന് ഉൾക്കൊള്ളാനായില്ല. അവർ തകർന്നുപോയി. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ മഞ്ജുവിനെ എത്തിച്ചു. ജീവൻ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. കാവ്യ വിവരം പറഞ്ഞ് ഓടിയെത്തിയെങ്കിലും കാവ്യയെ കണ്ട മഞ്ജു അവിടെ കിടന്ന് ബഹളമുണ്ടാക്കി. കാവ്യയെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു. അതിനുശേഷമാണ് വിവാഹമോചനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തന്നെ. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡികളായിരുന്നല്ലോ ദിലീപും മഞ്ജു വാര്യരും ഒക്കെ. എന്നാൽ 2013 ആ ഒരു ബന്ധം തകർന്നപ്പോൾ പലരും വിചാരിച്ചത് എന്താണ്, അത് വെറും ഒരു കുടുംബ പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം നടന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് ഈ ഒരു വിവാഹമോചനത്തിന് വലിയൊരു ബന്ധമുണ്ടെന്ന് ഇന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ദിലീപും മഞ്ജുവും തമ്മിൽ വേർപിരിയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ദിലീപിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മഞ്ജു അറിഞ്ഞു എന്നുള്ളതാണ്. ഇത് മഞ്ജുവിനെ അറിയിച്ചത് സിനിമാ രംഗത്തുള്ള അവരുടെ തന്നെ അടുത്തൊരു സുഹൃത്തായിട്ടുള്ള നടിയായിരുന്നു എന്നുള്ളതാണ്. തന്റെ കുടുംബം തകരാൻ കാരണം ഈ ഒരു നടിയുടെ ഇടപെടലാണ് എന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചു. ഈ പകയാണ് പിന്നീട് വലിയൊരു ഗൂഢാലോചനയായിട്ട് മാറിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതായത് 2013 തുടങ്ങിയ ആ ഒരു കുടുംബ പ്രശ്നമാണ് 2017 നടി ആക്രമിച്ച സംഭവത്തിന്റെ ഒരു വിത്തായിട്ട് മാറിയത്. വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ദിലീപ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലുണ്ടല്ലോ 92 പേജുകളോളം ഉണ്ടായിരുന്നു. അതില് തന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച പല പ്രമുഖരെ കുറിച്ചും ദിലീപ് സൂചിപ്പിച്ചിട്ടുണ്ട്. രഹസ്യ വിചാരണ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് പല സുഹൃത്തുക്കളുടെയും മുഖംമൂടി അഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം എപ്പോഴും അത് പറയുന്നുണ്ട്. അതെടുത്ത് പല ഇന്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. താൻ വിശ്വസിച്ചവരും സഹായിച്ചവരൊക്കെ തന്നെ ചതിച്ചു എന്നാണ് ദിലീപിന്റെ പ്രധാന പരാതി എന്ന് പറയുന്നത്. ഈ ചതിയാണ് പിന്നീട് നടി ആക്രമിക്കപ്പെട്ട കേസിലും തന്നെ പ്രതിയാക്കിയതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചു വന്നത് വലിയൊരു മാറ്റമായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നീതിക്കായിട്ട് മഞ്ജു ആ നടിക്കൊപ്പം തന്നെ ഉറച്ചു നിന്നു. മഞ്ജുവിന്റെ മൊഴികൾ കേസിൽ വളരെ നിർണായകമായിട്ട് തന്നെ മാറി. എന്നാൽ മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം നിൽക്കാനാണ് അന്ന് തീരുമാനിച്ചതും അച്ഛനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞ്
മീനാക്ഷി ദിലീപിന്റെ കൂടെ തന്നെ നിന്നു. ഇന്നും ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മകൾ തന്നെയാണ്. ദിലീപ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ തന്നെ ചിലർ ബോധപൂർവം കുടിക്കതാണ് എന്നുള്ളതാണ്. തന്റെ മൗനം പലരെയും രക്ഷിക്കാനായിരുന്നു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മറുവശത്താണെങ്കിൽ നീതിക്കായിട്ട് പോരാടുന്ന മഞ്ജു വാര്യരും. എന്നാലും സാധാരണക്കാർക്ക് ഇന്നും ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ആരാണ് സത്യം പറയുന്നതെന്നും സിനിമയേക്കാൾ വലിയ നാടകീയത ഈ ഒരു സംഭവങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. കോടതിയുടെ വിധി വരുമ്പോൾ മാത്രമേ ഇതിലെ യഥാർത്ഥ സത്യം പുറത്തു വരികയുള്ളൂ. നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ ദിലീപ് മഞ്ജു വിഷയം ഇവരുടെ ഡിജിറ്റൽ ലോകത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അതിന്റെ ഒരു കമന്റ് സെക്ഷനുകൾ എന്നിവ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ദിലീപിനെ അനുകൂലിക്കുന്നവരാണ്. മകളുടെ നിലപാടൊന്ന് നോക്കാം. മകൾ മീനാക്ഷി ഇത്രയും കാലം അച്ഛനോടൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദിലീപ് തെറ്റുകാരനല്ല എന്നുള്ള വാദമാണ് ദിലീപ് അനുകൂലികൾ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. രണ്ടാമത്തെ കേസ് ഗൂഢാലോചന വാദം എന്ന് പറയും. അതായത് സിനിമയിലെ ചില അദൃശ്യ ശക്തികൾ ദിലീപിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന താരത്തിന്റെ പ്രസ്താവനയ്ക്കും വലിയ പിന്തുണ തന്നെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട്. വിശ്വസിച്ചവർ ചതിച്ചു എന്ന ദിലീപിന്റെ വാക്കുകൾ ആരാധകർക്കിടയിൽ സഹതാപവും ഉണ്ടാക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് മഞ്ജു വാര്യർക്കും അതിജീവിതയ്ക്കും ഒപ്പമുള്ളവരാണ് കേട്ടോ. അവർ പറയുന്നത് എന്താണ്, മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാലത്തും തിരിച്ചു വന്നപ്പോഴും കാണിച്ച ആ ഒരു അന്തസ്സും തന്റെ സുഹൃത്തായിട്ടുള്ള നടിക്ക് നീതി കിട്ടാനായിട്ട് കാണിച്ച ധൈര്യവുമാണ് ഇവരെ ആകർഷിക്കുന്നത്. അത് മാത്രമല്ല WCCയുടെ നിലപാടുകൾ എടുത്തു പറയുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഞ്ജു എടുത്ത ആ നിലപാടുകൾക്ക് യുവതലമുറകൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത തന്നെയുണ്ട്. മൗനം പാലിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് എന്നാണ് ഈ ഒരു വിഭാഗത്തിന്റെ കമന്റുകൾ ഏറെ. പിന്നെ മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് നിഷ്പക്ഷരായിട്ട് നിരീക്ഷിക്കുന്നത്, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, കോടതി വിധിയെ തന്നെ മാനിക്കുന്നവർ. അതായത് സത്യം കോടതി പറയട്ടെ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കേസിലെ നിയമപരമായിട്ടുള്ള വശങ്ങളെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. പിന്നെ മീനാക്ഷിയുടെ ഒരു സ്വകാര്യതയും ഇതിൽ അവർ പറയുന്നുണ്ട്. അതായത് കുട്ടികളെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിനെതിരെയും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലെ ഒരു വസ്തുതകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇത് വെറും ഒരു കുടുംബ തർക്കമോ അല്ലെങ്കിൽ കുറച്ച് സിനിമാക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ മാത്രമല്ല, മറിച്ച് ഒരാളുടെ ജീവിതം തകർക്കാൻ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിക്കോ കഴിയുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇവിടെ ദിലീപ് പറയുന്നത് പോലെ വിശ്വസിച്ചവര് ചതിച്ചു എന്നതും മഞ്ജു വാര്യർ നീതിക്കായി നടിക്കൊപ്പം നിൽക്കുന്നു എന്നതും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം ഉറച്ചു നിൽക്കുന്നത് ദിലീപിന് നൽകുന്ന ഒരു വൈകാരികമായിട്ടുള്ള വലിയൊരു പിന്തുണ തന്നെയാണ്. അത് ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു കരുത്ത് തന്നെയാണ്. പക്ഷെ മറുവശത്ത് ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിൽക്കാൻ മഞ്ജു കാണിച്ച ഒരു ആർജമുണ്ടല്ലോ, അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. നമ്മൾ സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്നത് ഈ സ്ക്രീനിലെ മിന്നായങ്ങൾ മാത്രമാണ്. പക്ഷെ 2013 ആ ഒരു വിവാഹമോചന ഹർജിയിൽ അന്ന് തുടങ്ങിയ പകയുടെയും വഞ്ചനയുടെയും കനലുകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. എന്തായാലും നിയമം അതിന്റെ തന്നെ വഴിക്ക് പോകട്ടെ. കോടതി പറയുന്ന സത്യത്തിനായിട്ട് നമുക്കും കാത്തിരിക്കാം. പക്ഷെ ഒന്നുറപ്പാണ്, ഈ ഒരു പോരാട്ടത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ശരി, അത് മലയാള സിനിമയെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചു കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ദിലീപ് പറയുന്ന ആ ചതികളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതോ മഞ്ജുവിന്റെ നിലപാടാണോ ശരി? നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വസ്തുതകൾ ആഴത്തിൽ നമുക്ക് വിശകലനം ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.